ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വേദനകൾക്കും മറ്റും ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ആയുർവേദ യുനാനി രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള വേദനകളെ, ഊരവേദന, പെരടി വേദന, ഷോൾഡർ വേദന തുടങ്ങിയ നമ്മുടെ ശരീരത്തിൽ 20 വർഷം മുൻപേ തുടങ്ങിയ ഒരു വേദനയാണെങ്കിലും, ആ 20 വർഷം മുൻപേ തുടങ്ങിയ വേദനയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഈ ഉസ്മാനിയ ഷിഫ ആയുർവേദിക്കിൻ്റെ ഡബിൾ സ്ട്രോങ് തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ. ഈ ബോഡി പെയിൻ ഓയിൽ, ഉസ്മാനിയയുടെ ബോഡി പെയിൻ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ, അതായത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി, നമുക്ക് പെരടി വേദനയാണെങ്കിലും കാലുവേദനയാണെങ്കിലും ഊരവേദനയാണെങ്കിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള വേദനകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ തന്നെ ഉസ്മാനിയയുടെ ബോഡി പെയിൻ ഓയിൽ അതിൽ മൈഗ്രെയിൻ ഐറ്റംസ്, മൈഗ്രെയിൻ പോലുള്ള, അതായത് മൈഗ്രെയിൻ ചെന്നിക്കുത്ത് എന്ന് പറയും ചിലർ, പക്ഷേ ചെന്നിക്കുത്ത് പോലുള്ള ഈ മൈഗ്രെയിൻ തലവേദന മാറാൻ ഉപയോഗിക്കാൻ പറ്റാവുന്ന മൈഗ്രെയിൻ നിവാരണ ഉസ്മാനിയയുടെ പല ഐറ്റംസുകളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വേണ്ടത് 8281439730 എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അതുമാത്രമല്ല, ആയുർവേദം ആയുസ്സിൻ്റെ വേദം, ആയുസ്സിൻ്റെ വേദം ആയുസ്സിനെ ദീർഘിപ്പിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. അത് ആയുർവേദം അലോപ്പതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ യുനാനി ആയുർവേദം കൂടി ചേർന്നതായിട്ടുള്ള, അതേപോലെ തന്നെ ഈ അലോപ്പതിയും ആയുർവേദവും കൂടെ ചേർന്നതായിട്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള മെഡിസിനുകൾ ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ അൾസറ്, അതുപോലെ തന്നെ മൈഗ്രെയിൻ, ഇത്തരത്തിലുള്ള അലർജി പോലുള്ള ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ഉസ്മാനിയയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അവരിൽ നിങ്ങൾക്ക് ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ എന്ന ചാനലുമായിട്ടും യൂട്യൂബിലൊക്കെ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ പഠനങ്ങളിൽ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തു മറ്റ് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ. അപ്പോൾ ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ യൂട്യൂബിലും മറ്റും നിങ്ങൾക്ക് ചർച്ച ചെയ്താൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മൈഗ്രെയിൻ്റെ ഉപയോഗിക്കേണ്ട രീതി, മൈഗ്രെയിൻ ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അത് നിങ്ങൾ ഈ ഐറ്റംസിന് ഓർഡർ ചെയ്യുമ്പോൾ വ്യക്തമാക്കി തരുന്ന. അതേപോലെ ശരീരവേദനകൾക്ക് 2-3 ദിവസം കൊണ്ട് വലിയ വ്യത്യാസം. 20 വർഷം മുൻപേ തുടങ്ങിയ വേദന അത് ഉള്ളിൽ, ആ വേദനയുള്ള ഉൾഭാഗത്ത് ഓവറായിട്ടുള്ള ചതവോ, ഞരമ്പ് കട്ടായി പോവുകയോ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ, അതല്ലെങ്കിൽ വേറെ അതായത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വല്ല ബുദ്ധിമുട്ടുകളും ആ ഭാഗത്ത് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ, അത് എക്സറിലാണെങ്കിലും മറ്റ് രീതിയിലാണെങ്കിലും, മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, മനസ്സിലാകാൻ പറ്റാവുന്ന രീതിയിലുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും, അത് ചില കംപ്ലൈൻറ്റുകൾക്ക് ചില ശരീരത്തിൽ, ഞാൻ കറക്റ്റായിട്ട് പറയുന്നു, 100-ൽ 90 ആൾക്ക് അത് എഫക്റ്റ് ചെയ്യൂ എന്ന കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയുന്നു. അത് പറയാനുള്ള കാരണം, അവരുടെ ബോഡി, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് പ്രശ്നം, എന്തൊക്കെയാണ് അതിൻ്റെ കാരണം, അത് കണ്ടുപിടിക്കണം. അല്ലാത്തവരിൽ 100-ൽ 90 ആൾക്ക് ഇത് തനിച്ച് ഉപയോഗിച്ചാൽ മാറാൻ സാധ്യതയുള്ളൂ. എന്നിട്ട് മാറാത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്തണം. ആദ്യമായിട്ട് നിങ്ങൾ ഉസ്മാനിയയുടെ ഐറ്റംസുകൾ, അൾസർ നിവാരണം, ആസ്മ നിവാരണം, ദന്തരോഗ നിവാരണം, വേദനാ നിവാരണം, ഇത്തരത്തിലുള്ള ഉസ്മാനിയയുടെ വിവിധ ഐറ്റംസുകൾ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം
ഇ- നിങ്ങൾക്ക് ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റോ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി തരുന്നതായിരിക്കും. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, രോഗം, നമുക്ക് ശരീരത്തിൽ മറ്റു പല രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ വേദനയ്ക്ക് വേണ്ടി മരുന്ന് ഉപയോഗിച്ച് എന്ന് കരുതി നമുക്ക് എല്ലാ അസുഖവും കൂടി മാറില്ല. അപ്പോൾ ഒരു അസുഖം നമുക്ക് പല തരത്തിലുള്ള അസുഖം ഉള്ള ആളാണെങ്കിൽ അത് ഒറ്റയടിക്ക് അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഒരു രോഗമില്ലാത്ത ആളാണ് സുഹൃത്തിൻ്റെ മരുന്നിന് വേണ്ടി ആസ്പത്രിയിൽ പോയി ലൈൻ നിൽക്കുകയാണ്. നമ്മുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ വേണ്ടി നമ്മൾ മരുന്നിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ആ ക്യൂ നിൽക്കുന്നതിൽ 200 ആളും 300 ആളും 100 ആളൊക്കെ ഉണ്ട് ചില ഹോസ്പിറ്റലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. ശരിയായ ആ ക്യൂവിനകത്തേക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. അങ്ങനത്തെ ഉള്ള ഭാഗത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഏത് രീതിയിലുള്ള അസുഖം ബാധിച്ചിട്ടുള്ളവരാണ്, ഏത് രീതിയിൽ നമുക്കറിയാം. കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഈ അതായത് ചില രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ചില രോഗങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. അതുപോലെ തന്നെ അത്തരം ഇവിടെ ഏത് ഹോസ്പിറ്റലിലാണ് അത്തരം സൗകര്യങ്ങളുള്ളത്, ഏത് ഹോസ്പിറ്റലുകളിലാണ് അത്തരം സൗകര്യങ്ങൾ ഉള്ളത്? ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു രോഗിക്ക്, നമ്മുടെ സുഹൃത്തിനോ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒരു മരുന്ന് വാങ്ങാൻ ലൈൻ നിന്നാൽ നമുക്ക് തന്നെ നമ്മളറിയാതെ അസുഖമായിട്ട് നമ്മുടെ വീട്ടിലെത്തിപ്പെടുന്നു. ആ വീട്ടിലുള്ളവർക്കും പിന്നെ അസുഖമായി മാറുന്നു. അത്തരത്തിലുള്ള വളരെ ഹോസ്പിറ്റലുകളുടെ സിറ്റുവേഷൻ ആ രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിയുന്നതും അതായത് രോഗികളുമായിട്ടുള്ള ഓവറായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഓവർ സമ്പർക്കം ഒഴിവാക്കുക. പകർച്ചവ്യാധി ആണെങ്കിൽ അതിൻ്റേതായ നിലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ, അപ്പോൾ ചുരുക്കത്തിൽ പറയുന്നത്, ഇത്തരം സിറ്റുവേഷനിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് ഈ ആയുർവേദത്തിലൂടെ ആയുർവേദ ഹോസ്പിറ്റലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ വളരെ നമ്മുടെ അഭിപ്രായത്തിൽ ആയുർവേദ, യുനാനി പോലുള്ള ഹോസ്പിറ്റലുകൾക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അക്യുപഞ്ചർ വലിയ കുഴപ്പമില്ല. എന്നാൽ ഇംഗ്ലീഷ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒത്തിരി രോഗികൾ വരുന്നു വേഗത്തിൽ സുഖമാകണമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നത് ശരിയല്ല. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലർക്ക് താൽക്കാലിക ശമനം കിട്ടുന്നു, വീണ്ടും ഉണ്ടാകുന്നു. ഒരസുഖം മാറുമ്പോൾ മറ്റൊരു സൈഡ് എഫക്റ്റ് 100-ൽ 60% ഇംഗ്ലീഷ് മെഡിസിനും ഒരസുഖം മാറുമ്പോൾ മറ്റൊരസുഖം ഉണ്ടാവുന്നു. അങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്നാൽ ആയുർവേദത്തിൽ ആ സൈഡ് എഫക്റ്റ് 10% മാത്രമേ. ഇംഗ്ലീഷിൽ 60% മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആയുർവേദത്തിൽ 10% മെഡിസിനെ സൈഡ് എഫക്റ്റ് ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഏതായാലും നിങ്ങൾ ഈ ഉസ്മാനിയ ഷിഫ ആയുർവേദിക്കിൻ്റെ ഡബിൾ സ്ട്രോങ് നിങ്ങൾ തൈലവുമായി മെഡിസിനുമായി ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ യൂട്യൂബിലും മറ്റും നിങ്ങൾക്ക് ചർച്ച ചെയ്യുക. അതുമാത്രമല്ല, ഈ 8281439730 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ മാത്രമല്ല, ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം അത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല, ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ എങ്ങനെ പാസ്സാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പാസ്സാകും, ആ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വിവിധ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ഇൻ്റർവ്യൂ പാസ്സാകേണ്ട രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുന്നുണ്ട്. ആ എക്സാം എങ്ങനെ അവർ പാസ്സാവണം, എങ്ങനെ പാസ്സാവാൻ സാധിക്കും, അതിനൊക്കെയുള്ള ചില ടെക്നിക്കൽ പരമായിട്ടുള്ള ചില അറിവുകൾ നമ്മുടെ അടുത്ത വീഡിയോകൾ ഉണ്ടായിരിക്കും. അതിന് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ വിജയിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. അതേപോലെ ജനറൽ പരമായിട്ടുള്ള ഒരുപാട് കേസിൻ്റെ കാര്യമാവട്ടെ 5 കേസ് സ്വന്തം വാദിച്ച് വിജയിച്ച ആളാണ് ഞാൻ.
5 കേസ് സ്വന്തമായിട്ട് വാദിച്ച് വിജയിച്ച ആളാണ്. മറ്റ് വക്കീലന്മാരുടെ സഹായം കൂടാതെ. ചിലപ്പോഴൊക്കെ സർക്കാർ വക്കീലിനെ നിയമിച്ച് തരാം എന്ന് പറയും. ചിലപ്പോഴൊക്കെ സർക്കാർ വക്കീലിനെ നിയമിച്ച് തരാം. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്, സ്വന്തമായിട്ട് വാദിക്കുന്ന, നിങ്ങൾക്കെന്താ വക്കീലിനെ വെച്ചുകൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാൻ അതിനെ പല പ്രാവശ്യം അത് വേണ്ട എന്നുള്ള രീതി. അതിൽ ചിലപ്പോഴൊക്കെ സർക്കാർ വക്കീലിനെ നിയമിച്ച് തരികയും സർക്കാർ വക്കീലന്മാരുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ്. സർക്കാർ വക്കീലും പ്രൈവറ്റ് വക്കീലിന് കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ സർക്കാർ വക്കീലിന് കൊടുക്കണം. സ്വന്തമായിട്ട് വാദിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ആ 4 കേസ് വിജയിച്ചു, 5ാമത്തെ കേസും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. 99% 5ാമത്തെ കേസും വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ചാനൽ വഴിക്ക് അവർക്ക് എക്സാം പാസ്സാകാൻ, അതേപോലെ തന്നെ അവരുടെ ഇൻ്റർവ്യൂ പാസ്സാകാനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഇവിടുന്ന് വീഡിയോ വഴി കൊടുക്കുന്നുണ്ടെങ്കിലും, പക്ഷേ വേണ്ടത് അവർ ക്ലാസ്സിൽ കയറാതെ കോളേജിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പോയി ക്ലാസ്സിൽ കയറാതെ നിൽക്കുമ്പോൾ ആ രൂപത്തിലാവുമ്പോൾ അവർക്ക് പാസ്സാകാൻ പ്രയാസമുണ്ട്. നമ്മൾ കൊടുക്കുന്ന അറിവിന് പുറമെ അവർ ക്ലാസ് കയറി പഠിക്കലും കൂടി ആവശ്യമാണ്. അതല്ലാതെ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഞാൻ ഈ വീഡിയോ കണ്ട് ഞാൻ ഉസ്മാനിയ ബോഡി പെയിൻ ഓയിൽ എന്ന വീഡിയോസിലൂടെ പലതും കേട്ടു, പലതും പഠിച്ചു, അങ്ങനെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കണമോ, അത് കുട്ടികൾ നമ്മൾ വീഡിയോയിലൂടെ കൊടുക്കുന്ന വീഡിയോയിലൂടെ കൊടുക്കുന്ന അറിവിന് പുറമെ അവർ പഠിക്കേണ്ട സ്ഥാപനത്തിൽ, ഇപ്പോൾ സർക്കാർ ചെലവിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ചെലവിൽ പഠിക്കുന്ന, പ്രൈവറ്റിൽ പണം കൊടുത്ത് പഠിക്കുന്ന, പല രീതിയിൽ പഠിക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ചെലവിലാണ്, നിങ്ങൾക്ക് വേണ്ടി സർക്കാർ അവിടെ പണം കെട്ടിവെക്കുന്നുണ്ട്. ആ പണം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതായത് ഈ നിങ്ങൾക്ക് കിട്ടിയ ഈ ചാൻസുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാവർക്കും ഈ ചാനലുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ, ഏർപ്പാടുകൾ ചെയ്തു കൊടുത്ത്, അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിലും സ്വന്തത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കണം. എന്നതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ പാസ്സാകാനുള്ളത്, അതേപോലെ തന്നെ എക്സാം പാസ്സാകാനുള്ളത്, ജോലി സംബന്ധമായ കാര്യത്തേക്കുള്ളത്, നിങ്ങളുടെ ഏജ് അനുസരിച്ച് അതിനുള്ള, അതേപോലെ കേസ് വിജയിക്കാനുള്ളത്, ഒരുപാട് കാര്യം അത് ഞാൻ വ്യക്തമാക്കുക. അടുത്തടുത്ത ഒത്തിരി വീഡിയോസ് ഉണ്ട്, നമ്മുടെ അടുത്ത വീഡിയോസുകളിൽ അത് വ്യക്തമാക്കി അയക്കാം. ഓക്കെ.